الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الجمعة إلى أرث فصل الترغيب في التبكير إلى الجمعة وما جاء في من يتأخر عن التبكير من غير عذر. ജുമഅ നിസ്കാരത്തിലേക്ക് നേരത്തെ പുറപ്പെടുന്നതിനുള്ള പ്രോത്സാഹനവും അതുപോലെ പ്രത്യേകിച്ച് ഒരു ഉദ്റുമില്ലാതെ അതിനെ വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അഥവാ യൗമുൽ ജുമഅയുടെ ഫദ്ലുകൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. അതിൽ ചില ഹദീസുകളുടെ ആശയത്തിൽ ആ വെള്ളിയാഴ്ച ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് തന്നെ അവന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുന്ന കാരണമാകുന്ന ഒരു ദിവസമാണ് യൗമുൽ ജുമഅ. അതിൽ പ്രത്യേകമായിട്ടുള്ള ജുമഅ നിസ്കാരത്തിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, വളരെയധികം പ്രതിഫലം അറിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من اغتسل يوم الجمعة غسل الجنابة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജനാബത്തിന്റെ കുളി കുളിച്ചാൽ, ഇതിനെ രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. ജനാബത്തിൽ നിന്ന് കുളിക്കുന്നത് പോലെ പരിപൂർണമായ നിലക്ക് കുളിക്കുക, അതല്ലെങ്കിൽ ജനാബത്തുകാരനായതിനു ശേഷം യഥാർത്ഥത്തിലുള്ള കുളി നിർവഹിക്കുക. ثم راح في الساعة الأولى فكأنما قرب بدنة. എന്നിട്ട് ആദ്യ സമയത്ത് തന്നെ മസ്ജിദിലേക്ക് അവൻ പുറപ്പെട്ടാൽ അവനൊരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യുന്ന പോലെയാണ്. അഥവാ ആദ്യ സമയം എന്നുള്ളതിനെ എന്താണ് വെള്ളിയാഴ്ചയിലെ തബ്കീർ, അതിന്റെ സമയം ഏതാണ് എന്ന പണ്ഡിതന്മാരുടെ ചർച്ചയിൽ അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇഷ്റാഖ് കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയം, അഥവാ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുള്ള ആ 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ആദ്യ സമയമാണ് ജുമഅക്ക് പുറപ്പെടേണ്ട ഏറ്റവും ഒന്നാമത്തെ സമയം എന്ന് പറഞ്ഞു കാണാം. അപ്പം അങ്ങനെ പോകുന്നവർ ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യുന്നവർ പോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الثانية فكأنما قرب بقرة. രണ്ടാമത്തെ സമയം, അതിന് ശേഷമുള്ള ഒരു സമയത്ത് വരുന്നവൻ ഒരു പശുവിനെ അറുത്ത് ദാനം നൽകുന്നവനെ പോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الثالثة فكأنما قرب قبشا أقرا. അതിനുശേഷമുള്ള സമയത്ത്, മൂന്നാമത്തെ സമയത്ത് പുറപ്പെടുന്നവൻ ഒരു കൊമ്പുള്ള ചെമ്മരിയാടിനെ അറുത്ത് നൽകിയവനെ പോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الرابعة فكأنما قرب دجاجة. അതിനുശേഷമുള്ളത് ഒരു കോഴിയെ അറുത്ത് നൽകിയതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الخامسة فكأنما قرب بيضة. അതിനുശേഷമുള്ളവൻ ഒരു കോഴിമുട്ടയെ ദാനം നൽകിയവനെ പോലെയാണ്. فإذا خرج الإمام حضرت الملائكة يستمعون الذكر. അങ്ങനെ ഇമാം പുറപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ഇമാം വന്നു കഴിഞ്ഞാൽ മലക്കുകൾ ആ രേഖപ്പെടുത്തുന്നത്, ആരാണോ ആദ്യം വന്നതെന്ന് രേഖപ്പെടുത്തുന്നതൊക്കെ നിർത്തി അവർ ആ ഖുതുബ കേൾക്കാൻ വേണ്ടി, ആ ഉത്ബോധനം കേൾക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാജരാകുന്നുള്ളത്. നോക്കി എത്ര ഫദ്ലുകളാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്കൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പക്ഷേ എന്നാലും ഇതിനെക്കുറിച്ചുള്ള ഗൗരവം ചിന്തിക്കാതെ, അറിയാതെ ഈ ഒരു അവസരം അലസമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അധിക സമയത്തും ഇമാം മിമ്പറിൽ കയറിയതിനു ശേഷം വരുന്ന മസ്ജിദിലേക്ക് വരുന്ന അവസ്ഥ നമ്മൾ പലർക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഹദീസിന്റെ തന്നെ വേറെ പല റിവായത്തുകൾ, പല വാക്കുകൾ വന്നിട്ടുണ്ട്. വേറെ റിവായത്തിൽ കാണാം, ഇദാ കാന യൗമുൽ ജുമുഅത്തി വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസ്ജിദ്. വെള്ളിയാഴ്ച ദിവസമായാൽ മസ്ജിദിന്റെ കവാടത്തിന്റെ അടുക്കൽ മലക്കുകൾ നിൽക്കും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ. ആദ്യം വരുന്ന ആളുകളെ പേരുകൾ രേഖപ്പെടുത്താൻ. വമസലുൽ മുഹജ്ജിരി കമസലിൽ ലദീ യുഹ്ദി ബദനതൻ. ആദ്യം വരുന്ന ആള് അയാൾ ഒട്ടകത്തെ നൽകുന്നത് പോലെയാണ്, ഹദിയ നൽകുന്നത് പോലെയാണ്, അറിവ് നടത്തി നൽകുന്നത് പോലെയാണ്. സുമ്മക്കല്ലദീ യുഹ്ദി ബഖറതൻ. പിന്നെ പശുവിനെ. സുമ്മ കബശൻ, സുമ്മ ദജാജൻ, സുമ്മ ബൈദത്തൻ. പിന്നെ ആട്, അതുപോലെ തന്നെ കോഴിമുട്ട, അങ്ങനെ. ഫൈദാ ഖറജൽ ഇമാമു തവൗ സുഹഫഹും യസ്തമിഊന ദിക്ർ. ഇമാം എത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ രേഖപ്പെടുത്തുന്ന ഏടുകൾ മടക്കി വെച്ചുകൊണ്ട് ആ ദിക്ർ കേൾക്കാൻ, ആ ഖുതുബ കേൾക്കാൻ വേണ്ടി അവർ നിൽക്കും. പിന്നെ രേഖപ്പെടുത്തലുണ്ടാവുകയില്ല.
മറ്റൊരു റിവായത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മുസ്തഅജി ഇലൽ ജുംഅതി കൽ മുഹ്ദി ബദനതൻ വല്ലദി യലീഹി കൽ മുഹ്ദി ബഖറതൻ വല്ലദി യലീഹി കൽ മുഹ്ദി ഷാതൻ വല്ലദി യലീഹി കൽ മുഹ്ദി തൈറൻ. നേരത്തെ പുറപ്പെടുന്നവൻ, മസ്ജിദിലേക്ക് പുറപ്പെടുന്നവൻ ഈ പറഞ്ഞ പോലെ ഒട്ടകത്തിനെയും പശുവിനെയും ആരാണോ നേരത്തെ പുറപ്പെടുന്നത് അതുപോലെയാണ് എന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി യൗമൽ ജുംഅതി മലക്കാനി യക്തുബാനിൽ അവ്വല ഫല്ലവ്വൽ. മസ്ജിദിന്റെ ഒരുപാട് കവാടങ്ങളുണ്ടെങ്കിൽ എല്ലാ കവാടത്തിന്റെയും അടുക്കൽ മലക്കുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും. ആദ്യം ആരാണ് വരുന്നത്, ആദ്യം ആരാണ് എന്നത് രേഖപ്പെടുത്താൻ. കറജുലിൻ ഖദ്ദമ ബദനതൻ വകറജുലിൻ ഖദ്ദമ ബഖറതൻ വകറജുലിൻ ഖദ്ദമ ഷാതൻ വകറജുലിൻ ഖദ്ദമ طيرا وكرجل قدم بيضة فإذا قعد الإمام طويت الصحف. നേരത്തെ പറഞ്ഞ അതേ ഓരോ ആ ഓർഡറിൽ അതിന്റെ രേഖപ്പെടുത്താൻ അതിന്റെ പ്രതിഫലം ഉണ്ടാകും. ഇമാം വന്നു കഴിഞ്ഞാൽ ഏടുകൾ അടച്ചു വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു ശർഈയായ ഉദുറോ മറ്റോ ഒന്നും ഇല്ല എങ്കിൽ, കാരണമില്ല എങ്കിൽ വൈകിപ്പിക്കുന്നതിന്റെ അപകടത്തെ പറയുന്നുണ്ട്. ആ ജുമുഅ ദിവസം അത് നമ്മൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങി അത് മാറ്റിവെച്ച് എത്ര നേരത്തെയാണോ നമുക്ക് പുറപ്പെടാൻ സാധിക്കുക, നിർബന്ധമായിട്ടുള്ള നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് എത്ര നേരത്തെയാണോ പുറപ്പെടാൻ സാധിക്കുക അത്ര നേരത്തെ പുറപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു ഹദീസ് വൻ സമ്റത്ത് ബിൻ ജുൻദബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ضرب مثل الجمعة ثم التبكير كناحر البدنة كناحر البقرة كناحر الشاة حتى ذكر الدجاجة. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയമാണ്. നേരത്തെ മസ്ജിദിലേക്ക് പുറപ്പെടുന്ന ആള് ആ മൃഗങ്ങളെ അറുത്ത് നൽകുന്ന അതേ ഓർഡറിലാണ്. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു تقعد الملائكة يوم الجمعة على أبواب المساجد معهم الصحف يكتبون الناس فإذا خرج الإمام طويت الصحف. മലക്കുകൾ മസ്ജിദിന്റെ കവാടത്തിലുണ്ടാകും. അവരെ ഏടുകളിൽ വരുന്ന ആളുകളെ രേഖപ്പെടുത്തും. ഇമാം വന്നു കഴിഞ്ഞാൽ അത് അവർ മടക്കി വെക്കും. ഖുൽതു, അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി ചോദിച്ചു, യാ അബാ ഉമാമ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ അലൈസ ലിമൻ ജാഅ ബഅദ ഖുറൂജിൽ ഇമാമി ജുംഅത്തുൻ. ഇമാം പുറപ്പെടുന്നതിന് ശേഷം വന്നവന് അപ്പോ ജുമ ഇല്ലേ എന്ന് ചോദിച്ചു. ഖാല ബല വലാകിൻ ലൈസ മിമ്മൻ യുക്തബു ഫി സുഹ്ഫ്. അവന് ജുമ ഉണ്ടാകും, പക്ഷേ ആ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടവനാവുകയില്ല എന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ തഖൂദുൽ മലായികത്തു അലാ അബ്വാബിൽ മസാജിദ് ഫയക്തുബൂന അൽ അവ്വൽ വസ്സാനി വസ്സാലിസ് ഹത്താ ഇദാ ഖറജൽ ഇമാം റുഫിഅത്ത് സുഹഫ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം. അടുത്ത ഹദീസ് ഈ ഫസ്ലിലെ وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم أنه قال إذا كان يوم الجمعة قعدت الملائكة على أبواب المساجد. വെള്ളിയാഴ്ച ദിവസം മസ്ജിദിന്റെ കവാടത്തിനടുക്കൽ മലക്കുകൾ ഇരിക്കും. فيكتبون من جاء من الناس على منازلهم. ഓരോരുത്തരും വരുന്ന ആ സ്ഥാനം അനുസരിച്ച് അവരെ രേഖപ്പെടുത്തും. فرجل قدم جزورا ورجل قدم بقرة ورجل قدم شاة ورجل قدم دجاجة ورجل قدم بيضة على നേരത്തെ പറഞ്ഞ ഒട്ടകവും പശുവുമല്ല. എന്നിട്ട് പറയാം قال فإذا أذن المؤذن وجلس الإمام على المنبر طويت الصحف ودخلوا المسجد يستمعون الذكر. അങ്ങനെ ഇമാം വന്നു കഴിഞ്ഞാൽ, മിമ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരത് അടച്ചു വെച്ച് ആ ദിക്ർ, ആ ഖുത്ബ കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ്. ഇതിലെ അവസാനത്തെ ഹദീസുകൾ عبد الله بن عمرو عن النبي صلى الله عليه وسلم قال من غسل واغتسل ودنا وابتكر واقترب واستمع كان له بكل خطوة يخطوها قيام سنة وصيامها. മുമ്പ് പറഞ്ഞ ഹദീസാണ്. നേരത്തെ വന്ന് ഇമാമിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് പിന്നെ ഓരോ കാലടിക്കും ഒരു വർഷം മുഴുവൻ ചെയ്ത രാത്രി നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലമുണ്ട് എന്നുള്ളത്. ഇതിലെ അവസാന ഹദീസ് വറവ അൻ സമുറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദറു അൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജുമുഅയ്ക്ക് പങ്കെടുക്കുക. വദ്നു മിനൽ ഇമാം. ഇമാമിനോട് ഏറ്റവും അടുത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഫഇന്ന റജുല ലയകൂനു മിൻ അഹ്ലിൽ ജന്ന. ഒരു വ്യക്തി അവൻ സ്വർഗ്ഗാവകാശിയായിരിക്കും. ഫയതഅഖർ. പക്ഷേ അവൻ വെള്ളിയാഴ്ച ദിവസം വൈകുന്ന അവസ്ഥയുണ്ടാകും. ഫയുഅഖിറ അനിൽ ജന്ന. അങ്ങനെ അവൻ സ്വർഗത്തിലും വൈകി കയറുന്ന അവസ്ഥയുണ്ടാകും. വൈന്നഹു ലിമൻ അഹ്ലിഹ. അവൻ അതിന്റെ അവകാശിയായിട്ട് കൂടി, അഥവാ വെള്ളിയാഴ്ച വൈകുന്നത് ഒരു സ്വർഗപ്രവേശനം, സ്വർഗാവകാശിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൂടി
അതിൻ്റെ പ്രവേശനം വൈകുന്നതിന് ഒരു കാരണമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാം. വെള്ളിയാഴ്ച വളരെ ഫലമാണ്. ഇപ്പോൾ ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോലെയാണ് നാളെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്ന് സ്വർഗത്തിൽ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഈ ഒരു അവസരം അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ള ഈ ജുമുഅ ദിവസത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ മഹത്വത്തെ നഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ മാറരുത്. വേറെ എന്തൊരു ദുനിയവിയായ തിരക്കും നമുക്കൊന്ന് ശ്രമിച്ചാൽ നമുക്ക് ശ്രദ്ധിച്ച് ഈ ദിവസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.